നമുക്ക് ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. 13-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലെ സമൂഹം അത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഉത്തരമാണ് നാം തേടുന്നത്. ഡൽഹി സുൽത്താനേറ്റ് മുസ്ലിം ആധിപത്യത്തിൻ്റെ ഒരു കഥയാണോ? ഹിന്ദുക്കൾക്കതിൽ എന്തായിരുന്നു സ്ഥാനം? ആ കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരനും രാഷ്ട്രീയ ചിന്തകനുമായ സിയാവുദ്ദീൻ ബറനി ഒരു ഗുരുതരമായ പരാതി എന്ന പോലെ ഇങ്ങനെ എഴുതുന്നത് ചരിത്രരേഖകളിൽ കാണാം. ദില്ലിയിൽ ഹിന്ദുക്കൾക്കും വിഗ്രഹാരാധകർക്കുമെല്ലാം വലിയ മണിമാളികകളുണ്ട്. പൊന്നും വെള്ളിയും അലങ്കരിച്ച കുതിരവണ്ടികളുണ്ട്. മുസ്ലിം രാജാക്കന്മാർ ഇത് അനുവദിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. ബറനി വിമർശനപരമായിട്ടാണ് ഈ വരികൾ എഴുതി പിടിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ അതും സമാനമായ മറ്റ് അനവധി ചരിത്രരേഖകളും വ്യക്തമാക്കി തരുന്ന ചിലതുണ്ട്. നമുക്ക് വരികൾക്കിടയിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഹിന്ദുക്കളുടെ പഴയ സാമൂഹികമായ സ്ഥാനം മാറ്റമില്ലാത്ത നിലയിൽ തന്നെ തുടർന്നു വന്നു. അവരുടെ ആചാരങ്ങളും മതജീവിതവും ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിൽ ഏറെ സ്വതന്ത്രമായിരുന്നു. 2, കർശനക്കാരായ ന്യൂനപക്ഷമായ ചില മുസ്ലിം വിഭാഗങ്ങൾ ഇതിൽ പ്രകോപിതരായിരുന്നു. ചില അപസ്വരങ്ങൾ അവർ ഉയർത്തിയിരുന്നു. എന്നാൽ അതിന് സുൽത്താൻമാരെ ഒരു നിലയ്ക്കും സ്വാധീനിക്കാൻ കഴിഞ്ഞതേയില്ല. പ്രായോഗികമായൊരു പാതയാണ് സുൽത്താൻമാർ തിരഞ്ഞെടുത്തത്. വൈവിധ്യങ്ങളെ ടോളറേറ്റ് ചെയ്യുന്ന ഒരു രീതി. സുൽത്താനേറ്റിൻ്റെ മുൻഗണന എന്നും തങ്ങൾ ഭരിക്കുന്ന നാടിൻ്റെ ശാന്തിയും സമാധാനപരമായ നിലനിൽപ്പുമായിരുന്നു. ഇനിയൊരു ചോദ്യം, മുസ്ലിം ഭരണത്തെ തദ്ദേശീയരായ ജനത എങ്ങനെ കണ്ടു എന്നതാണ്. അവരുടെ ഭാവനകളിൽ, ലിഖിതങ്ങളിൽ അത് എങ്ങനെ അടയാളപ്പെട്ടു? അതിനുള്ള ഏറ്റവും ആകർഷകമായ ഒരു തെളിവ് ചരിത്രകാരന്മാർ ഉന്നയിക്കുന്നത് 1276 ഡൽഹിക്ക് അടുത്തുള്ള പാളം എന്ന പ്രദേശത്ത് കണ്ടെത്തിയ ഒരു സംസ്കൃത ശിലാലിഖിതമാണ്. ഒരു കിണറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു ലിഖിതമാണിത്. സുൽത്താനേറ്റിന് ഇതുമായി നേരിട്ട് ഏതെങ്കിലും ബന്ധമില്ല. അതായത് ആ കിണറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയ്ക്ക് സഹായം നൽകുന്നത് ഭരണകൂടമായിരുന്നില്ല. അവർക്ക് അതിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവാനുള്ള വിദൂരമായ സാധ്യത പോലും ഇല്ല. ഠാക്കൂർ ഉദാദര എന്നൊരു പ്രാദേശിക ഭൂവുടമ നാട്ടുകാർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു കിണറായിരുന്നു അത്. ലിഖിതം എഴുതിയത് ഒരു ബ്രാഹ്മണ പണ്ഡിതൻ, യോഗീശ്വരൻ. അത് സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, കൊട്ടാരം ഭാഷയായ പേർഷ്യനിലല്ല. അതുകൊണ്ട് തന്നെ കൊട്ടാര ഉദ്യോഗസ്ഥന്മാർക്ക് വായിക്കാനുള്ളതുമല്ല, മനസ്സിലാക്കാനുള്ളതുമല്ല. പറഞ്ഞു വരുന്നത് ഭരണകൂടത്തെ പുകഴ്ത്തേണ്ടുന്ന ഏതെങ്കിലും ഒരു ബാധ്യത ആ ലിഖിതത്തിന് പിന്നിലില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ അന്നത്തെ സ്വാഭാവികമായ, ജൈവികമായ, പൊതുവായ കാഴ്ചപ്പാടിനെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നത്തെ നമ്മുടെ മുൻധാരണകൾ വെച്ച് വായിക്കുമ്പോൾ അതിൽ ആശ്ചര്യകരമായിട്ടുള്ള ചില സംഗതികളാണ് ഉള്ളത്. അവ ഇതാണ്: ആ ലിഖിതങ്ങൾ സുൽത്താൻ ബൽബാനെയോ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളെയോ വേറെ ഒരു വംശം, വേറെ ഒരു സംസ്കാരം എന്നതുപോലെ കാണുന്നില്ല, പരാമർശിക്കുന്നില്ല. പകരം തോമർ, ചൗഹാൻ, പിന്നെ വന്ന ഷാഖ, അതായത് തുർക്കി രാജാക്കന്മാർ എന്ന ക്രമത്തിൽ പഴയ രാജവംശങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് അവർ അതിനെ വിവരിക്കുന്നത്. സുൽത്താൻ ബൽബാൻ അദ്ദേഹത്തെ ലിഖിതം നായക ശ്രീ ഹമ്മീര എന്ന് വിളിക്കുന്നു, അതായത് ശക്തനായ രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നാട് മുഴുവൻ സമാധാനവും സമൃദ്ധിയും നിറഞ്ഞതായും പറയുന്നു. പിന്നെ ഒരു മനോഹരമായ സംസ്കൃത കാവ്യചിത്രമാണതിനെ വിവരിക്കുന്നത്. ബൽബാൻ്റെ ഭരണത്തിൽ ലോകം ഇത്രയും സുരക്ഷിതമായതുകൊണ്ട് വിഷ്ണു പോലും ലക്ഷ്മി ദേവിയെ നെഞ്ചോട് ചേർത്ത് ക്ഷീരസമുദ്രത്തിൽ ആശങ്കകളില്ലാതെ വിശ്രമിക്കുന്നു എന്നാണ് അതിലെ പരാമർശം. ഈ തരത്തിലുള്ള ശൈലി നൂറ്റാണ്ടുകളായി ഇന്ത്യൻ രാജാക്കന്മാരെ വിവരിക്കാൻ സംസ്കൃതത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒരു കാവ്യരൂപമാണ്. ആ ഭാഷയിൽ നിന്ന് ഏറെയൊന്നും വ്യത്യാസമില്ലാതെയാണ് സുൽത്താൻ ബൽബാനെയും ചിത്രീകരിക്കുന്നത് എന്നതാണ് ഇവിടെ കാണേണ്ടത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? തദ്ദേശീയ ജനത ഇന്ന് പലരും, അല്ലെങ്കിൽ ഒരു വിഭാഗം കരുതുന്നത് പോലെ
ഈ സുൽത്താൻമാരെ വിദേശ അധിനിവേശകർ എന്ന നിലയിൽ കണ്ടിരുന്നില്ല. ഇന്നത്തെ ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ അത്തരമൊരു ആധുനികമായി മാത്രം രൂപപ്പെട്ട കൺസെപ്റ്റിനെ, അതിരുകളെ ഭൂതകാലത്തേക്ക് ചേർത്ത് വായിച്ചില്ല എങ്കിൽ അത് അങ്ങനെയാണ്. അവർക്ക് തോമർ രാജവംശത്തിൽ നിന്ന് ചൗഹാന്മാരിലേക്കും പിന്നീട് തുർക്കികളിലേക്കും നടന്നത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ മാറ്റം, രാജവംശങ്ങളുടെ മാറ്റം എന്നതിനപ്പുറം മറ്റൊന്നുമായിരുന്നില്ല. സംസ്കൃതം ഒരു ഭാഷാ ലോകം എന്ന നിലയിൽ തുടർന്നും എങ്ങനെ സ്വതന്ത്രമായി നിലനിന്നു എന്നതും ഇത് കാണിക്കുന്നുണ്ട്. നഗര കേന്ദ്രിതമായ പേർഷ്യൻ ഇസ്ലാമിക ലോകവുമായി അവ ക്രമേണ ഇടകലരുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ 13-ാം നൂറ്റാണ്ടിലെ ഡൽഹി സുൽത്താനേറ്റ് ഒരു സൈനിക സാമ്രാജ്യം എന്ന നിലയിൽ മതപരമായ വൈവിധ്യങ്ങളെ പുൽകിയ, ടോളറേറ്റ് ചെയ്ത ഭരണകൂടമായിരുന്നു. പൈതൃക ഇന്ത്യൻ രാഷ്ട്രീയ ഭാഷ ആ സമയം കൊണ്ട് തന്നെ അവരെ തങ്ങളുടേതായി, നമ്മുടെ രാജാക്കന്മാരായി ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു. പേർഷ്യനും സംസ്കൃതവും പരസ്പരം സ്വാധീനിക്കുന്ന ഒരു സാംസ്കാരിക ലോകമായി ഉരവം കൊണ്ട് തുടങ്ങിയിരുന്നു. ഇത് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ കഥയല്ല, സംസ്കാരങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ലയനത്തിൻ്റെ കഥയായിരുന്നു. ഇനി അടിമ രാജവംശത്തിൻ്റെ, ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണവർഗത്തെ നോക്കാം. അത് ഒരു ഏകകമായിരുന്നില്ല. അത് പല വിഭാഗങ്ങൾ കൂടിച്ചേരുന്ന ഒന്നായിരുന്നു. ഒന്ന് സൈനിക അടിമകളായി വന്ന തുർക്കികളാണ്. അവർ ആദ്യത്തെ ഗൂറിദ് ആക്രമണത്തോടു കൂടി തന്നെ ഇന്ത്യയിലെത്തി. അതുകൊണ്ട് തന്നെ ഭരണഭാഷ പേർഷ്യൻ ആയിരുന്നുവെങ്കിലും പേർഷ്യൻ സെക്രട്ടറിമാർക്ക് പോലും പലപ്പോഴും തുർക്കി ഭാഷ പഠിക്കേണ്ട സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നു. രണ്ടാമത്തേത് പേർഷ്യക്കാരാണ്. ഇറാൻ, ഖുറാസാൻ, മധ്യേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ സംസ്കാരം, വംശപരമ്പര, രാജകീയത ഇവയെല്ലാം തങ്ങളുടെ മേന്മയായി കരുതിയിരുന്നു. തങ്ങൾ സേവിച്ചു കൊണ്ടിരുന്ന തുർക്കി വംശജരെ പരുക്കന്മാരും സാംസ്കാരികമായി താഴ്ന്ന നിലയിലുള്ളവരുമായിട്ടാണ് അവർ കണ്ടിരുന്നത്. പൊതുവെ അന്നത്തെ രചനകൾ തുർക്കികളെ വാളിൻ്റെ ആളുകളെന്നും പേർഷ്യക്കാരെ തൂലികയുടെ ആളുകൾ എന്നും വിശേഷിപ്പിക്കുന്നത് കാണാം. അടിമകളായിട്ട് അല്ലാതെ ഇന്ത്യയിലെത്തിയ തുർക്കി വംശജരുമുണ്ട്. മംഗോൾ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി പിന്നീട് വന്നു ചേർന്നവരാണ് അവരിൽ പലരും. അത്തരക്കാരിൽ മധ്യേഷ്യയിൽ നിന്നും അഫ്ഗാനിൽ നിന്നുമുള്ള വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളും ഉൾപ്പെടുന്നു. പിന്നീടുണ്ടായിരുന്നത് ഉത്തരേന്ത്യയിലെ പഴയ യുദ്ധഗോത്രങ്ങളിൽപ്പെട്ടവരായിരുന്നു. താക്കൂർ, റാണ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യൻ യോദ്ധാക്കൾ. അവരിൽ പലരും സുൽത്താനേറ്റിൽ ഉയർന്ന സൈനിക പദവി വഹിച്ചിരുന്നു. ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനം കൊണ്ടുവന്ന മറ്റൊരു നിർണായകമായ മാറ്റം സാമ്പത്തിക മേഖലയെ ചുറ്റിപ്പറ്റിയതായിരുന്നു. ഈ ഭരണകൂടം ഇന്ത്യയെ മധ്യേഷ്യ, മധ്യപൂർവ്വ ദേശങ്ങളിലെ വ്യാപാര ലോകത്തോട് ബന്ധിപ്പിച്ചു. അങ്ങനെ വ്യാപാരം പെട്ടെന്ന് വളർന്നു. ഒരു വാണിജ്യവർഗം വളരെ വേഗം ഉയർന്നു വന്നു. അതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് വിലയേറിയ ലോഹങ്ങളുടെ ഒഴുക്കുണ്ടായി. ഗസ്നവിദ് കാലത്ത് ആക്രമണങ്ങളിലൂടെ ഇന്ത്യയിൽ നിന്ന് ലോഹങ്ങൾ പുറത്തേക്ക് ഒഴുകി, സ്വർണം, വെള്ളി എന്നിവ. എങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനത്തോടെ അത് മാറി. വ്യാപാരത്തിലൂടെ സമ്പത്ത് ഡൽഹിയിലേക്ക് ഒഴുകി വന്നെത്തി. ദൂര വ്യാപാരികൾ മുതൽ ചെറുകിട വ്യാപാരികൾ വരെ ശക്തരായി. മറ്റൊരു എടുത്തു പറയേണ്ടുന്ന മാറ്റം പേർഷ്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ ഡൽഹി രൂപപ്പെട്ടതിൻ്റെ കഥയാണ്. നാം മുമ്പ് പറഞ്ഞു, മംഗോൾ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മധ്യേഷ്യ അത് തകർത്തപ്പോൾ കവി, കലാകാരന്മാർ, ചിന്തകർ, സൂഫികൾ, സൈനികർ എന്നിവർ ഇന്ത്യയിലേക്ക് ഒഴുകി വന്നതിനെക്കുറിച്ച്. ആ മനുഷ്യർ ദില്ലിയെ അതിവേഗം ഒരു പേർഷ്യൻ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി. ഈ കാലയളവിൽ പേർഷ്യൻ സാഹിത്യവും കലകളും പുഷ്കലമായത് ഇന്ത്യയിലായിരുന്നു എന്ന് കാണാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേർഷ്യൻ നിഘണ്ടുക്കൾ രചിക്കപ്പെട്ടത്, കവിതകളും സാഹിത്യങ്ങളും എഴുതപ്പെട്ടത് ഈ കാലയളവിൽ ഇന്ത്യയിൽ ആയിരിക്കും. അതോടൊപ്പം പേർഷ്യൻ സംസ്കാരം സംസ്കൃതത്തോടും പ്രാദേശിക ഭാഷകളോടും സംവദിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഐബക്ക്, ഇൽത്തുമിഷ് എന്നിവർ സ്ഥാപിച്ച ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യയിലൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചു. അത് സുൽത്താനേറ്റ് എന്ന പ്രത്യേകമായ ഒരു ഭരണരീതിയുടെ ജനനം കൂടിയായിരുന്നു. ഇത് പിന്നീട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. കാര്യപ്രാപ്തിയുള്ള ഒരു അതീശ ഭരണ മാതൃക എന്ന നിലയിൽ അത് ദില്ലിയിൽ നിന്ന് വളരെ ദൂരത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോലും പകർത്തപ്പെടാൻ തുടങ്ങി. അടിമ സാമ്രാജ്യത്തിന് ശേഷം വന്ന ചരിത്രം പരാമർശിക്കുമ്പോൾ ആ ഒരു സംഭവ വികാസം കൂടിയാണ് നാം ഒരർത്ഥത്തിൽ പറയാൻ പോകുന്നത്.
പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത എപ്പിസോഡിൽ ആ കഥയുമായിട്ട് വീണ്ടും കാണാം.